We are all familiar with the biblical story of Adam and Eve. But later, Adam was a representative of mankind. Here we are discussing such a poem, Adam by Rilke. The poem Adam depicts Adam's journey after being expelled from the Garden of Eden. ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ആദം അവന്റെ യാത്ര പിന്നീടുള്ള യാത്രയാണ് ഈ കവിതയില് റെനിയൊക്കെ വിവരിക്കുന്നത്. He stands near a cathedral marveling at its grandeur and is found overwhelmed by his newly found freedom and responsibility. ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ആദം ഒരു കത്തീഡ്രലിന്റെ മുന്നിൽ നിൽക്കുന്നു. ആ കത്തീഡ്രലിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ ആ പ്രൗഢിയിൽ അവൻ മതിമറന്നു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. കാരണം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതായത് ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അതിലൂടെ ദൈവത്തിന്റെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യനാണ്. അതോടൊപ്പം തന്നെ ഹി ഹാസ് ടു ഡു സം റെസ്പോൺസിബിലിറ്റീസ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. പണ്ട് അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഇഷ്ടം പോലെയുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ഏദൻ തോട്ടത്തിൽ അലഞ്ഞു നടക്കാം. അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും, ലക്ഷൂറിയസ് ലൈഫായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേപോലെ പുതിയ സ്വാതന്ത്ര്യമാണ്, ആരുടെയും കെട്ടുപാടുകളില്ലാത്ത ഒരു സ്വാതന്ത്ര്യം. അപ്പൊ ആ ഒരു പുതിയ സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ ഉത്തരവാദിത്തം, ഇതൊക്കെ അതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ ഒന്ന് ആകുലപ്പെട്ടിട്ടാണ് ആദത്തെ കാണപ്പെടുന്നത്. And the poet expresses his unwavering faith in mankind by revealing that mankind has survived all the troubles and calamities that threatens him. ഇനി നമ്മളുടെ റിൽക്കെ പറയുന്നത് ആദം മനുഷ്യന്റെ പ്രതീകമാണ്. ആ മനുഷ്യന്റെ പ്രതീകമായ ആദം എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതിജീവിക്കാൻ പ്രാപ്തനാണ്. അതേപോലെ തന്നെ എഴുത്തുകാരന് നമ്മളുടെ റിൽക്കെ അദ്ദേഹം മനുഷ്യനിൽ അല്ലെങ്കിൽ ഈ ആദത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു. ആൻഡ് ആദം ഈസ് റിയലി ദ റെപ്രസെന്റേറ്റീവ് ഓഫ് മാൻകൈൻഡ് ആൻഡ് ഹി ഈസ് ദ ഹാർഡ് വർക്കിംഗ് മാൻ ഹു ടേക്സ് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് ഹിസ് ഫാമിലി. ആദം വളരെ ഹാർഡ് വർക്കിംഗ് ആയി മാറുന്നു, അതായത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. അങ്ങനെ കഠിനാധ്വാനിയായ ആദം തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി കഠിനമായി ജോലി ചെയ്യുന്നു. ആൻഡ് ഹി നെവർ സറണ്ടേഴ്സ് ഈസിലി ടു ദ ത്രെഡ്സ് ആൻഡ് ചലഞ്ചസ്. അങ്ങനെ തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ആദം മറ്റ് പല പോരായ്മകളിൽ നിന്നും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അവൻ അതിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല. കാരണം പുതിയ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവനുണ്ട്. അവന്റെ കുടുംബത്തെ പോറ്റണം. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ കഷ്ടപ്പാടുകൾക്ക് കീഴടങ്ങാൻ അവൻ തയ്യാറല്ല. And Rilke redefines the character of mankind by asserting that mankind has become a creator and is creating everything for himself. ഇവിടെ പോയിട്ട് പറയുന്നു, മനുഷ്യൻ ഒരു സൃഷ്ടാവായി മാറി. നേരത്തെ സൃഷ്ടാവെന്നത്, ക്രിയേറ്റർ എന്ന് പറയുന്നത് ഗോഡായിരുന്നു, ദൈവമായിരുന്നു സൃഷ്ടിച്ചത്. അതായത് ഈ യൂണിവേഴ്സ്, അതേപോലെ പകലും രാത്രിയും, പക്ഷി മൃഗാദികൾ, അവസാനം മനുഷ്യനെ ഉണ്ടാക്കി. അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ച ദൈവം പക്ഷെ പിന്നീട് മനുഷ്യൻ സൃഷ്ടാവായി മാറി. ആൻഡ് ഹീസ് ക്രിയേറ്റിംഗ് എവറിഥിങ് ഫോർ ഹിംസെൽഫ്. അവന് വേണ്ടിയിട്ട് അവൻ എല്ലാം തന്നെ ഈ ഒരു ഭൂമിയിൽ അവൻ എല്ലാം സൃഷ്ടിക്കാൻ തുടങ്ങി. ആൻഡ് ഇൻ ദ ബിബ്ലിക്കൽ സ്റ്റോറി ഗോഡ് ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ് ആൻഡ് ഓൾസോ ആദം ആൻഡ് ഈവ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു ബിബ്ലിക്കൽ കഥയില് ദൈവമാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അതായത് ഭൂമിയും പ്രപഞ്ചം, അതേപോലെ തന്നെ ഓരോ ദിവസം ഓരോന്നുണ്ടാക്കുകയാണ്. അങ്ങനെ അവസാനമാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്. ആൻഡ് ഗോഡ് ഗിഫ്റ്റഡ് ദം ദ ഗാർഡൻ ഓഫ് ഏദൻ. അങ്ങനെ ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നു, അവർക്ക് ഏദൻ തോട്ടം കൊടുക്കുന്നു. ആൻഡ് ദേ വർ ഫ്രീ ടു എൻജോയ് എവറിഥിങ് ഇൻ ദ ഗാർഡൻ ബട്ട് ഈസ് ടോൾഡ് നോട്ട് ടു ഈറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ട്രീ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഗാർഡൻ. അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഈ ഗാർഡൻ ഓഫ് ഏദൻ തോട്ടത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ആസ്വദിക്കാം, എല്ലാ മരങ്ങളിലെ പഴങ്ങളും പറിച്ചു തിന്നാം. പക്ഷേ ആ തോട്ടത്തിന്റെ നടുക്കുള്ള മരത്തിലെ പഴം മാത്രം നിങ്ങൾ പറിച്ചു തിന്നരുത്. അതാണ് ഫോർബിഡൻ ഫ്രൂട്ട്, വിലക്കപ്പെട്ട കനി എന്നറിയപ്പെടുന്ന ആ ഒരു പഴം നിങ്ങൾ പറിച്ചു തിന്നരുതെന്ന് മാത്രമേ ദൈവം പറയുന്നുള്ളൂ. ആൻഡ്
They enjoyed life and God also joined with them and spent time with them. അങ്ങനെ ആ ഏദൻ തോട്ടത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി അവർ ജീവിക്കുന്നു. ചില സമയങ്ങളിൽ ദൈവവും അവരോടൊപ്പം ആ സമയം ചെലവഴിക്കാൻ ദൈവവും കൂടിയിരുന്നു അവരോടൊപ്പം. അത്രത്തോളം ദൈവത്തോട് അടുത്ത ആദവും ഹവ്വയുമാണ് പിന്നീട് പുറത്താക്കപ്പെടുന്നത്. And Satan feels envy of it and wanted to take revenge on God as he was thrown away from heaven. ഈ സമയത്താണ് സത്താൻ ഇതില് അസൂയ തോന്നുന്നത്. അതായത് ദൈവം ഇത്രത്തോളം ആദത്തെയും ഹവ്വയും സ്നേഹിക്കുന്ന കണ്ടപ്പോൾ സാത്താന് അസൂയ തോന്നുന്നു. കാരണം സാത്താൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മാലാഖയായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ട മാലാഖയായിരുന്ന സാത്താനെ ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോ അവിടുന്ന് ദൈവത്തോട് എഗ്രിമെന്റ് ചെയ്തതാണ്, ഞാൻ നിന്നേക്കാൾ കൂടുതൽ ആളുകളെ എന്റെ രാജ്യത്ത് കൂട്ടും. അതായത് സാത്താൻ നരകത്തിലേക്കാണ് തള്ളിയിടുകയാണ്. അപ്പൊ സാത്താൻ പറയുന്നത്, ഞാൻ എന്റെ നരകത്തിൽ സ്വർഗത്തിലുള്ളവരെക്കാൾ ആളുകളെ കൂട്ടും എന്ന ആ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് സാത്താൻ വരുന്നത്. ആ സാത്താൻ അങ്ങനെ ആദത്തെയും ഹവ്വയെയും പ്രേരിപ്പിക്കുന്നു ദൈവത്തിനെതിരെ തിരിയാൻ. ആൻഡ് man is the best creation of God, and so he chose them to turn against God. ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല സൃഷ്ടിയാണ് ആദവും ഹവ്വയും, മനുഷ്യ സൃഷ്ടി. അതുകൊണ്ട് തന്നെ സാത്താൻ അവരെയാണ് തെരഞ്ഞെടുക്കുന്നത്. കാരണം ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതിനെ തന്നെ തെരഞ്ഞെടുത്ത് ദൈവത്തോട് പ്രതികാരം ചെയ്യുക. അങ്ങനെ സാത്താൻ ആദത്തെയും ഹവ്വയെയും പ്രേരിപ്പിക്കുന്നു പാപം ചെയ്യാൻ, അതായത് ആ ഫോർബിഡൻ ഫ്രൂട്ട് തിന്നാൻ. And Satan tempted Eve and succeeded in making her and Adam to eat the forbidden fruit. ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന എപ്പിക്കില് വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. സൈറ്റൻ ആദ്യം ഈവിനെയാണ് കാണുന്നത്. ഈവിനെ കാണുന്ന സമയത്ത് കുറെ മുഖസ്തുതി, കുറെ പുകഴ്ത്തൽ നടത്തുന്നു. ഈവ് സുന്ദരിയാണ്. അങ്ങനെ കുറെ പുകഴ്ത്തലുകൾ നടത്തി ആ ഹവ്വയുടെ പ്രീതി പിടിച്ചു പറ്റി. അങ്ങനെയാണ് ഈ ഒരു പഴം തിന്നാൻ പ്രേരിപ്പിക്കുന്നത്. ആൻഡ് Satan tempted Eve and succeeded in making her and Adam to eat the forbidden fruit. And God then expelled them from heaven and told Adam that he should eat his bread with the sweat of his brow, and also told that he would die. അങ്ങനെ ഈ ഒരു വിലക്കപ്പെട്ട കനി തിന്നതിന്റെ ഫലമായി ആദത്തെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ദൈവം ആദത്തോട് പറയുന്നു, നീ നിന്റെ വിയർപ്പിനാലാണ് ഭക്ഷണം കഴിക്കുക. കാരണം വിയർപ്പിൽ അധ്വാനിച്ചിട്ടാണ്, വിയർപ്പൊഴുക്കി വേണം നിനക്ക് ഭക്ഷണം കണ്ടെത്താൻ. അതേപോലെ തന്നെ നീ മരണത്തിന് കീഴടങ്ങും, മരിക്കും. അതേപോലെ Eve was told that she would deliver children with pain. ഹവ്വയോട് പറയുന്നു, നീ മക്കളെ നൊന്ത് പ്രസവിക്കും, വേദനയോടെ നീ മക്കളെ പ്രസവിക്കും എന്ന് പറയുന്നു. ആൻഡ് ആദം became a husbandman, that is a farmer and a hard worker. അങ്ങനെ ആദം ഒരു കർഷകനായി മാറുന്നു, കഠിനാധ്വാനിയായ കർഷകനായി മാറുന്നു. ആൻഡ് ആദം ആൻഡ് ഈവ് were not ready to surrender. അങ്ങനെ സ്വർഗത്തിൽ നിന്നും പർദീസയിൽ നിന്നും പുറത്താക്കപ്പെട്ടുവെങ്കിലും കീഴടങ്ങാൻ ആദവും ഹവ്വയും തയ്യാറായിരുന്നില്ല. And Adam earned everything for eating, staying and clothing, that is food, shelter and clothing. ആഹാരം, വസ്ത്രം, പാർപ്പിടം, അവയ്ക്ക് വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനു വേണ്ടിയിട്ട് ആദം കഠിനമായിട്ട് ജോലി ചെയ്തു. ആൻഡ് Eve gave birth to children with a lot of pain. ഹവ്വ മക്കൾക്ക് ജന്മം കൊടുത്തു, വേദനയോട് കൂടി മക്കൾക്ക് ജന്മം കൊടുത്തു. ആൻഡ് ദ പ്രോസസ് ഈസ് ഗോയിങ് ഓൺ സ്റ്റിൽ. ആ ഒരു മനുഷ്യവർഗത്തിന്റെ ആ ഒരു പ്രയാണം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ഹാർഡ് വർക്കും അതേപോലെ തന്നെ വേദനയോടുകൂടി മക്കൾക്ക് ജന്മം കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഇൻ ദ മൗത്ത് ഓഫ് ഗോഡ്സ് ത്രെഡ് ദേ സർവൈവ്ഡ് ആൻഡ് ഹി ഈസ് നോട്ട് ഡൈഡ്. അങ്ങനെ ദൈവത്തിന്റെ ആ ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആദം, ഇവിടെ മനുഷ്യന്റെ പ്രതീകമാണ് ആദം എന്ന് പറയുന്നുണ്ട്. ആ മനുഷ്യന്റെ പ്രതീകമായിട്ടുള്ള ആദം എല്ലാ പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ സ്വീകരിച്ചു. അങ്ങനെ അവൻ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. മരണത്തിന് കീഴടങ്ങുക മീൻസ് പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുക, തോറ്റു പിന്മാറാൻ. അവൻ അവിടെ മരണം ഉദ്ദേശിക്കുന്നതാണ്, തോറ്റു പിന്മാറുക. ഇവിടെ
പർദീസയിൽ എല്ലാ ലക്ഷറിയും ഉള്ള ആ ഒരു ലക്ഷൂറിയസ് ലൈഫായിരുന്നു പർദീസയിൽ. വിയർപ്പ് ഒഴുക്കേണ്ട ആവശ്യമില്ല, കഠിനാധ്വാനത്തിന്റെ ആവശ്യമില്ല, ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് തിന്ന് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. ആ ഒരു നഷ്ടം ഉണ്ടായെങ്കിൽ തന്നെയും അവന്റെ കഠിനാധ്വാനം കൊണ്ട് ആദത്തിന് അവന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അങ്ങനെ വെല്ലുവിളികൾക്കൊന്നും പെട്ടെന്ന് കീഴടങ്ങുന്ന ഒരു ആളായി മാറിയില്ല ആദം. ആൻഡ് ഇറ്റ് കൺവേസ് ദ പവർഫുൾ മെസ്സേജ് അബൌട്ട് ദ ഹ്യൂമൻ കണ്ടീഷൻ, perseverance and struggle for meaning in the world that is beautiful and terrifying. വളരെ സുന്ദരമായിട്ടുള്ള അതേസമയം ഭയാനകമായ ഈ ലോകത്ത്, അതായത് ഭയാനകം എന്ന് പറയാൻ കാരണം നിലനിൽപ്പിന്റെ പ്രശ്നമുള്ള ഈ ഒരു ലോകത്ത് മനുഷ്യന്റെ അവസ്ഥകളും അതേപോലെ ക്ഷമ, അതേപോലെ ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ, ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ഈ ആദത്തിന്റെ കഷ്ടപ്പാടിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിന് ആദം എന്ന ഈ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. ഇവിടെ ആദത്തെ ഒരു ഹാർഡ് വർക്കർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഹി ഈസ് റെഡി ടു ഫേസ് എനി ചാലഞ്ചസ്, ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആദത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദത്തിന് കൂട്ടായി ഹവ്വയും ആ ഒരു തോളോട് തോൾ ചേർന്ന് അവരൊരുമിച്ച് ആ ഒരു ജീവിതത്തെ നേരിടുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആദത്തിന്റെ ആ ഒരു ആദം ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് മാൻകൈൻഡ് അങ്ങനെ ചോദിക്കാം. അതേപോലെ തന്നെ ഹൗ ആദം ഫേസസ് ദ ത്രെട്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഭീഷണി എങ്ങനെയാണ് ആദം ഫേസ് ചെയ്തത്, അഭിമുഖീകരിച്ചത്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.